നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൈമനത്ത് ഷീജ എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹതകളൊന്നും അവസാനിച്ചിട്ടില്ല. ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന രണ്ട് സംശയങ്ങൾ ശക്തമായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പോൾ സജി എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സജി എന്ന് പറയുന്ന ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. പിന്നെ ഇയാളുമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ അടുപ്പത്തിലായിരുന്നു. അപ്പൊ ഒരു 50 വയസ്സുകാരിയാണ്, നമുക്കറിയാം. ഇവർ അവിവാഹിതയായിരുന്നു. അപ്പോൾ ഇപ്പോ കുടുംബം ആരോപിക്കുന്നത് ഈ സജി ഈ ഷീജയെ കൊലപ്പെടുത്തിയതാകും. കാരണം ഇവര് ലിവിങ് ടുഗദർ ആയിരുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. നിയമപരമായി വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഷീജ ഇയാൾക്കൊത്ത് താമസിക്കുന്നതിനിടയിൽ തന്നെ ഇയാൾ സ്വകാര്യ ചിത്രങ്ങളൊക്കെ പകർത്തിയിരുന്നു. ഈ ചിത്രങ്ങൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് ഈ ഷീജനെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിയുടെ പുറത്ത് ഇയാൾ പലപ്പോഴായി പൈസ കൈക്കലാക്കാൻ ശ്രമിച്ചു. വൻ തുകയൊക്കെയാണ് ഇയാൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന്റെ പേരിൽ ഷീജ പലപ്പോഴായി സമ്മർദ്ദത്തിലായി. അപ്പോൾ ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഈ ഷീജയുടെ നഗ്ന ചിത്രങ്ങളൊക്കെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നതായിട്ടുള്ള ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴായി ഷീജനെ ഈ ഒരു ചിത്രങ്ങളുടെ പേരിൽ ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് ഈ സ്നേഹം നടിച്ചുകൊണ്ട് ഈ ചിത്രങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം, നീ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷീജനെ താമസ സ്ഥലത്തേക്ക്, അതായത് ഇയാളുടെ വീടിന് സമീപത്തുള്ള പറമ്പിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് ഈ ഷീജയുടെ സഹോദരി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ അവിടെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ ചിത്രങ്ങളെ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ കരുതുകൂട്ടി ഒരു കൊലപാതകം നടത്തിയിരിക്കാനാണ് സാധ്യതയുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിത്രങ്ങള് ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു തർക്കം നിലനിൽക്കുന്നതിനിടയ്ക്ക് ഈ ഷീജ തന്നെ സ്വയമേ ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം കൊലപാതക സാധ്യതയാണ് ഇപ്പൊ പരിശോധിക്കുന്നതെങ്കിലും ആത്മഹത്യ ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോ ഈ സജികുമാറിന് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളൊക്കെ ആരോപിക്കുന്നത്. എന്നാലും ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമേ അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കാരണം ഈ സജിയുടെ വീടിന് തൊട്ടടുത്ത പുരയിടത്തിലാണ് ഷീജയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഷീജയുടെ വീട് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഒത്തിരി അകലെയാണ് ഷീജയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സജികുമാറിന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന് ഇവർ ജീവൻ ഒടുക്കിയതാകാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ ഇപ്പോ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സംശയങ്ങളാണ് നിലവിൽ നിൽക്കുന്നത്. ഒന്ന് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ? അപ്പൊ തെളിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരണം. അതിനുശേഷം മാത്രമല്ല സജിയെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇയാളെയും കൂടി പിടികൂടിയതിനു ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, അതായത് ചുറ്റുമുള്ളവർ കണ്ടത് തീ ഉയരുന്നു, പുക ഉയരുന്നു, നിലവിളി, അപ്പൊ എല്ലാവരും ഓടി വരുന്നു. അപ്പൊ കത്തിക്കരിഞ്ഞ് ഏതാണ്ട് കത്തിക്കരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് തീ ഇട്ടതാണോ അതോ സ്വയം തീ കത്തിച്ചതാണോ എന്ന ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. അതെ, ഈ ഷീജയെ കത്തിയ നിലയിൽ കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത് തന്നെ 2 വീടുകളുണ്ട്. അവിടെ ഈ സജികുമാറിന്റെ പിതാവ് താമസിക്കുന്ന ഒരു വീടുണ്ട്, തൊട്ടടുത്ത് വേറെ മറ്റു പല വീടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് പെട്ടെന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്താണ് ഇത്തരത്തിൽ ഒരാൾ അവിടെ നിന്ന് കത്തുകയാണ്. പെട്ടെന്ന് തന്നെ ഇവര് അടുത്തേക്ക് ഓടി എത്തുമ്പോഴേക്കും അതൊരു തീക്കുണ്ടമായിട്ട് ആളങ്ങ് വീഴുകയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ ഈ കത്തിക്കരിഞ്ഞതുകൊണ്ട് ആൾ ആരാണ് എന്നുള്ളൊരു സംശയമൊക്കെ നിന്നു. പിന്നീട് ഇവര് പോലീസിനെ വിളിക്കുന്നു. ഇതിനിടയ്ക്കാണ് ഒരു മിസ്സിംഗ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന ഷീജയിലേക്ക് കേസ് അന്വേഷിച്ച് എത്തിയത് തന്നെ. അപ്പോ ഷീജയുടെ ഈ സ്വകാര്യ ചിത്രങ്ങളൊക്കെ പകർത്തിയ സജികുമാർ ഇത് കാട്ടി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഷീജയുമായിട്ട് ഫോൺ ചാറ്റില് ഭീഷണി സംബന്ധിച്ച തെളിവുകളൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഈ ചിത്രങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ സംഭവ ദിവസം ഷീജയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തന്നെ. അപ്പൊ കൃത്യമായ ഒരു പ്ലാനിങ് ഇതിൽ നടന്നിട്ടുണ്ട്. കാരണം ഇയാൾക്ക് ഷീജയുമായിട്ട് മാത്രമല്ല മറ്റു പല യുവതികളുമായി ബന്ധം നിലനിന്നിരുന്നു എന്നാണ് ഷീജയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തെ ചൊല്ലിയും, അതായത് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു അടുപ്പം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് ചൊല്ലിയും ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ഷീജനെ ഏറ്റവും കൂടുതൽ കരുവാക്കിയിട്ടുള്ളത് പണത്തിന് വേണ്ടിയിട്ടാണ്. ഷീജ അവിവാഹിതയാണ്.
തീർച്ചയായിട്ടും ഈ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഈ ഒരു ഓട്ടോയിൽ പോയി വരുന്ന ഒരു ടൈം കൊണ്ടാണ് ഇവര് തമ്മിൽ പ്രണയത്തിലായത്. തുടർന്ന് നിയമപരമായിട്ട് പോലും വിവാഹം കഴിക്കാതാണ് ഒരുമിച്ച് താമസിച്ചത്. അപ്പൊ ഇതൊക്കെ ഈ കുടുംബം എതിർത്തിരുന്നതാണ്. പക്ഷെ അന്ന് അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പിന്നെ തുടർന്നാണ് ഇവര് ഇതിനിടയ്ക്ക്, അതായത് ഇയാൾ കുറച്ച് ഫ്രോഡാണ് എന്ന് ഷീജയ്ക്ക് തോന്നി തുടങ്ങിയത്. കാരണം പലപ്പോഴായിട്ട് ഇയാൾ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. പിന്നീട് പണം നൽകില്ല എന്ന് പറയുമ്പോഴേക്കും ഈ നഗ്ന ചിത്രങ്ങളൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ജോലി സ്ഥലത്ത് പോലും ഇയാളെത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. കാരണം ഒന്നുകിൽ അയാളെ ഫോൺ അവിടേക്ക് വിളിക്കും, അതല്ലെങ്കിൽ നേരിട്ടെത്തി അവിടെ ഭീഷണി മുടക്കും. അത്തരത്തിൽ പലപ്പോഴായിട്ട് ടോർച്ചർ ചെയ്തിരുന്നു. ഇത് കാരണം ഭയന്നിട്ട് ഷീജ ആ ജോലി സ്ഥലത്തേക്ക് പോലും പോയിരുന്നില്ല എന്നാണ് സഹോദരി പറയുന്നത്. അതായത് 4 ദിവസത്തോളമായി അവർ ജോലിക്ക് പോയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്രത്തോളം ഇയാൾ ടോർച്ചർ ചെയ്തിരുന്നു. അപ്പോൾ അതായത് ഷീജ അഥവാ ജീവൻ ഒടുക്കണമെങ്കിൽ പോലും അത്രത്തോളം ഈ ഒരു റീസൺ അതിന് വേണം. അതിന് റീസണായി പറയുന്നത് ഈ നഗ്ന ചിത്രങ്ങൾ കാണിച്ചു ഭീഷണിപ്പെടുത്തി ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാർക്ക് അയച്ചു കൊടുത്തിരുന്നു. പിന്നെ ഇതുകൂടാതെ ചിത്രം ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു അടുപ്പം സ്ഥാപിച്ച് വിളിച്ചു വരുത്തുന്നു. ഇതൊക്കെയാണ് കുടുംബം പറയുന്നത്. അപ്പൊ ഇതിനെ തുടർന്നുള്ള ഒരു തർക്കത്തിനിടയായിരിക്കാം ചിലപ്പോൾ ജീവൻ എടുത്തതാകാം, അല്ലെങ്കിൽ ജീവൻ ഒടുക്കിയതാകാം ഇങ്ങനെ ഒരു ദുരൂഹത നിൽക്കുന്നത്. അപ്പോ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് പുക ഉയരുന്നു, സ്ത്രീയുടെ നിലവിളി, ഇതൊക്കെ കേട്ടാണ് പരിസരവാസികൾ ഓടി വരുന്നത്. അപ്പോ ഓടി എത്തിയപ്പോഴേക്കും തന്നെ ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ കത്തി അമർന്നിരുന്നു. പിന്നെ ബന്ധുക്കളൊക്കെ എത്തി മറ്റെന്തൊക്കെയോ വെച്ച് അവര് മനസ്സിലാക്കിയത് ഇന്ന വ്യക്തിയാണ് എന്ന്. 10 കരമന കളിയിക്കാവിള റോഡിലെ കുറ്റിക്കാട് ലൈനിലെ ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതിദാരുണമായ ഒരു സംഭവമായി പോയി. അപ്പൊ ഈ ഷീജയും സനോജ് കുറച്ചു കാലമാണ് ഈ ഒരുമിച്ച് താമസിച്ചിരുന്നത്. അപ്പം ഈ ഷീജയുടെ വീട് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ ഷീജ എന്തായിരുന്നാലും ഒറ്റയ്ക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തില്ല. അപ്പൊ സനോജ് ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയതാകാം, അല്ലെങ്കിൽ അനുനയിപ്പ് ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യിക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതാകാം. പക്ഷെ ഈ പറയുന്ന ഷീബ എത്തിയ CCTV ദൃശ്യങ്ങളിലൊക്കെ ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ചില റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഷീബ അവിടെ എത്തി എന്നുള്ളത് ഇപ്പോഴും ഒരു ദുരൂഹത നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഉള്ളൂരിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിലാണ് സെയിൽസ് ഗേൾ ആയിട്ട് ഷീജ ജോലി ചെയ്യുന്നത്. പിന്നെ ഈ സനോജിന്റെ ഭീഷണി കാരണം 3 വർഷമായിട്ട് ഈ ടെക്സ്റ്റൈൽസിന് സമീപമുള്ള ഹോസ്റ്റലിലാണ് ഷീജ താമസിച്ചിരുന്നത് എന്നാണ് ഷീജയുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. ഈ കോവിഡ് സമയത്ത് സനോജിനെ ഷീജ പരിചയപ്പെടുന്നു. ജോലി കഴിഞ്ഞ് കൈമനത്ത് ബസ് ഇറങ്ങി വീട്ടിലേക്ക് സനോജിന്റെ ഓട്ടോയിലാണ് ഷീബ വന്നിരുന്നത്. അപ്പോ തുടർന്ന് ഇവർ അടുപ്പത്തിലായി. കുറച്ചുകാലം ഇവർ ഒരുമിച്ച് താമസിക്കുന്നു. ഈ സമയത്ത് ഇവരുടെ ഫോണിൽ സ്വകാര്യ ദൃശ്യങ്ങൾ സനോജ് തന്റെ ഫോണിലേക്ക് പകർത്തി. പിന്നീട് ഇത് വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ ഉറ്റവരൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, പണത്തിനായി ഇയാൾ ശല്യം ചെയ്തു. അപ്പോൾ ഇയാളുമായിട്ടുള്ള ബന്ധം അവർ മതിയാക്കുന്നു. ഇതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രീതിയിലേക്ക് ഒരു ഭീഷണി എന്ന രീതിയിലേക്ക് ഇയാളെ പ്രകോപിപ്പിച്ചത് അതാണ്. പിന്നെ ടെക്സ്റ്റൈൽസിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോഴൊക്കെ ഒരു മുൻകരുതൽ എടുത്തിരുന്നുവെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും ഒരാൾ വെറുതെ അല്ല, ഇത്തരത്തിൽ അതായത് സ്നേഹം നടിച്ചാണ് ഇയാൾ ഒരു ട്രാക്കിലേക്ക് വീഴ്ത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ആവശ്യം പണമായിരുന്നു. ഇയാള് കുറച്ച് ക്രിമിനൽ കേസിലേക്കുള്ള വ്യക്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് വേണ്ടത് പണമാണ്. തീർച്ചയായിട്ടും ഈ ഷീജ അവിവാഹിതയായിരുന്നു, 50 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു പ്രണയചതിയിൽ വീണ് പോയതായിരിക്കാം. പക്ഷെ അയാള് തീർച്ചയായിട്ടും പ്രണയചതിയിൽ വീഴ്ത്തിയ അയാൾക്ക് പണത്തിന്റെ ആവശ്യം കൊണ്ട് മാത്രമാണ്. ഈ ഷീജയെ നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല, ഒപ്പം താമസിച്ചു. ഇതിനിടെ തന്നെ നഗ്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇയാൾ പകർത്താൻ ശ്രമിച്ചത്. അത് പകർത്തിയതിനു ശേഷം ഇയാൾ ഓട്ടോ സ്റ്റാൻഡിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ അയച്ചു കൊടുത്തത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഇതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു റിലേഷൻ ഒന്നും ആയിരുന്നില്ല. ഇയാൾക്ക് ടാർഗറ്റ് ആയിരുന്നത് പണം മാത്രമായിരുന്നു. ആ പണം കിട്ടാതെ വന്നതോടെ ഈ ഷീജയെ പലപ്പോഴായിട്ട് ഇയാൾ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ടോർച്ചർ ചെയ്യുന്നു, ജോലി സ്ഥലത്ത് പോയി ഭീഷണിപ്പെടുത്തുന്നു. അത്തരത്തിൽ ഈ ഒരു ഭീഷണിയെ ഭയന്നിട്ടാണ് ഈ ഹോസ്റ്റലിലേക്ക് പോലും പോയി താമസിച്ചത്. എന്നിട്ട് ഹോസ്റ്റലിലും പോയി ഇത്തരത്തിലുള്ള ഒരു ഭീഷണി തുടർന്നതോടെ ജോലിക്ക് പോലും പോകാതെ അവിടെ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഷീജ ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളത് ദുരൂഹമാണ്. അപ്പോ ഇയാൾ ഇങ്ങനെ നിരന്തരം ഭീഷണി മുഴക്കിയ സമയത്ത് നിയമപരമായിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ പോലീസ് ക്രമസമാധാന പരിപാലകരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വേണ്ട രീതിയിൽ ഒരു പ്രശ്നം ഈ ഒരു ദൃശ്യങ്ങളുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാനായി തയ്യാറായിരിക്കുന്നതിനിടയ്ക്കാണ്
സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ചിലപ്പോൾ കേസ് കൊടുക്കുമെന്ന് ഉറപ്പായതോടുകൂടി ആയിരിക്കാം ഷീജനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത് നടന്നത്. അപ്പൊ കുറച്ചുകൂടി നേരത്തെ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊന്നും എത്താതെ പോകുമായിരുന്നു അല്ലെ എന്ന് തോന്നുന്നു. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി അടക്കം സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ദുരൂഹതയുടെ പശ്ചാത്തലത്തിൽ ഉടൻ അന്വേഷണം നടത്തി സത്യാവസ്ഥ കണ്ടെത്തുമെന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. പിന്നെ DCP നകുലാർ ദേശ്മുഖും സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ശാസ്ത്രീയ തെളിവുകൾക്കനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് ദൃക്സാക്ഷികളോ ഒന്നും തന്നെ ഇല്ല. ആകെ ദൃക്സാക്ഷി അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്നത് ഈ ഒളിവിലായിരിക്കുന്ന വ്യക്തിക്കാണ്. ആളെ കിട്ടിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും എന്താണ് സംഭവിച്ചത്. എന്നാലും ഇപ്പൊ നിലവില് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. കാരണം സജികുമാർ ഈ ഉപദ്രവിച്ചിരുന്നതായിട്ട് അമ്മയോട് പറഞ്ഞിരുന്നതായിട്ട് ഈ സഹോദരി പറയുന്നുണ്ട്. അപ്പൊ ഷീജയുടെ കയ്യിൽ നിന്ന് പല തവണകളായിട്ടാണ് വലിയൊരു തുക തന്നെ സജികുമാർ വാങ്ങിച്ചിരുന്നു. ഇത് കാരണം ഷീജ വലിയൊരു മാനസിക സമ്മർദ്ദം നേരിട്ടു. അതായത് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ സജികുമാർ ഇതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഈ ചിത്രങ്ങൾ കാണിച്ചുള്ള ഭീഷണി തുടർന്നു. ചിത്രങ്ങൾ പുറത്തുവിടും, അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള പണം ലഭിക്കണം എന്നുള്ള രീതിയിൽ ഒരു ടോർച്ചറിങ് തുടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഈ ചിത്രങ്ങളൊക്കെ പ്രചരിച്ചു. അപ്പൊ അത്തരത്തിലൊരു കേസ് കൊടുക്കാനായി ഷീജ തയ്യാറായതിനിടെയാണ് ഈ ഒരു നമുക്ക് ഈ ഒരു കൊലപാതകം ഒന്നും ഉറപ്പിച്ചു പറയാറായിട്ടില്ല. കാരണം ചിലപ്പോ ഈ പറഞ്ഞതുപോലെ ചിത്രം ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ ആ ഒരു മനോവിഷമത്തിൽ ചിലപ്പോ അവിടെ വെച്ച് ഷീജ തന്നെ ജീവനൊടുക്കിയതാകാം. എന്തായിരുന്നാലും ഇതില് കൃത്യമായ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ് എന്തായിരുന്നാലും. കാരണം കൊറോണ സമയത്താണ് ഇവരുടെ ഒരു ബന്ധം തുടർന്നത്. ഈ കാലയളവിലാണ് അത് കൈമനത്ത് നിന്നും വീട്ടിലേക്ക് സജികുമാറിന്റെ ഓട്ടോയിലേക്ക് ഇവർ നമ്മൾ യാത്ര ചെയ്തൊന്ന് പ്രണയത്തിലായിരുന്നു. പിന്നീട് എന്തോന്ന് വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇയാളൊരു ഫ്രോഡ് ആയിരുന്നു, അത് വീട്ടുകാർക്ക് അറിയാം. അന്നേ വീട്ടുകാര് പറഞ്ഞു ഈ താക്കീത് ചെയ്തു, ഈ ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ കേട്ടിരുന്നില്ല. അപ്പൊ വീട്ടുകാർക്ക് അത് നേരത്തെ മനസ്സിലായിട്ടുണ്ടാകണം. പക്ഷെ വീട്ടുകാരെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനത്തെ അപകടങ്ങളിലേക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ പോകില്ലായിരുന്നു അല്ലെ. കരമന പോലീസ് പ്രതിയെ ഉടൻ കസ്റ്റഡിയിലെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമീപത്തെ CCTV ക്യാമറകളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അപ്പോ ഷീജ മരിച്ച സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സനോജിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നെന്നും ഇത് ഷീജ ചോദ്യം ചെയ്തിരുന്നതിനും ഒക്കെ വിവരമുണ്ട്. എന്തായാലും കൃത്യമായ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇയാള് ഈ ചിത്രങ്ങൾ കാണിച്ച് ടോർച്ചർ ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായ തർക്കത്തിനൊടുവിൽ ഒന്നുകിൽ ഒരു കൊലപാതകം അതല്ലെങ്കിൽ ആത്മഹത്യ ഇത് നടന്നിരിക്കുന്നു എന്നാണ് സംശയം ഉയർന്നത്. ഇനി ഇത്തരത്തിൽ ഈ നഗ്നചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റാരെങ്കിലും ഈ ഷീജനെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഇതിൽ മനനൊന്ത് മറ്റു തരത്തിൽ എന്തെങ്കിലും നടന്നതാണോ എന്നൊക്കെ കൃത്യമായ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഈ പിടിയിലായ സജികുമാർ എന്തായിരിക്കും പോലീസിനോട് വെളിപ്പെടുത്തുക എന്നത് കണ്ടറിയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾ ആ സമയം നമുക്ക് കാണാം.